ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമുക്കറിയാം മെയ് മാസം 17-ാം തീയതിയാണ് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ അല്ലേ? അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഈ പരീക്ഷയ്ക്ക് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം അല്ലേ? അപ്പോൾ കഴിഞ്ഞ 2024 നമ്മുടെ തൊട്ട് പ്രീവിയസ് ആയിട്ട് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിലെ ആ 20 ക്വസ്റ്റ്യൻസും അതിൽ ഒരു ഡിലീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഒട്ടും പിന്നെ താമസിക്കാതെ നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ 81-ാമത്തെ ആ 20 ചോദ്യത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പറയാം. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്, നമുക്കറിയാം. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. പോലീസ് സ്റ്റേഷൻ പൊതുസ്ഥലമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പോലീസ് സ്റ്റേഷൻ പൊതുസ്ഥലമല്ലേ? എങ്ങനെയാണ് പൊതുസ്ഥലം എന്ന് പറയാൻ സാധിക്കുക? പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് ആളുകൾ വരുന്നില്ലേ? മാത്രമല്ല പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ പോയി മദ്യം കഴിച്ചുകൊണ്ട് അതിനകത്തോട്ട് കയറുക പോലും എല്ലാവർക്കും പേടിയാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഈ മദ്യം പിന്നെ അവിടെ ഇരുന്ന് മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതൊരു സർക്കാർ ഓഫീസും കൂടെയാണ്, പൊതുസ്ഥലമാണ്. റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി നിങ്ങളൊന്ന് ആലോചിച്ചു അല്ലെ? റെസ്റ്റ് ഹൗസിൽ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി ചിന്തിച്ചു നോക്കാം. ചരക്ക് വാഹനം, അതും സ്വകാര്യ സാധനമാണല്ലോ, ചരക്ക് വാഹനം ചിന്തിച്ചൂടെ? ഓക്കെ, റെസ്റ്റോറൻറ്റിലെ പിന്നെ ഡൈനിങ് റൂം, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതിൽ ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? ഇതില് ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 81B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. പോലീസ് സ്റ്റേഷൻ പൊതുസ്ഥലമാണ് നമുക്കറിയാം. പക്ഷെ റെസ്റ്റ് ഹൗസിൽ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ റെന്റിനെടുക്കുന്ന മുറി എന്താണ്? നമ്മുടെ സ്വകാര്യ വസ്തുവാണ് അല്ലേ? അപ്പൊ അവിടെ ഇരുന്ന് മദ്യപിക്കാം. മദ്യപിച്ച് അലമ്പുണ്ടാക്കിയാൽ BNS-ൽ പൊതുജന ശല്യം എന്ന് പറയുന്ന വകുപ്പിൽ തൂക്കിയെടുത്താത്ര. അടുത്ത് ചരക്ക് വാഹനം. ചരക്ക് വാഹനവും പൊതുസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത് ഓടിക്കൊണ്ടിരിക്കുന്ന ചലിക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ? അത് ഒരുപാട്, പിന്നെ അത് മാത്രമല്ല അവിടെ ഇരുന്ന് മദ്യപിച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കുന്ന ആൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അവിടെ ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും കൂടിയായിരിക്കും എന്ത് ചെയ്യുക? വണ്ടി പോവുക. ഓക്കെ, അതുകൊണ്ടൊന്ന് ആലോചിക്കുക. പിന്നെ റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂം, നിങ്ങൾക്കറിയാം റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് വരുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ആണ് റെസ്റ്റോറൻറ്റ് എങ്കിൽ പോലും എന്താണ്? പബ്ലിക് വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പബ്ലിക് പ്ലേസ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന മുറി എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. പഠിച്ചിട്ട് പോക്കോ. നിങ്ങളോട് പല വീഡിയോസിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് പറയാനുള്ളത്. എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ തലതൊട്ടപ്പൻ, ദ ഗോഡ് ഫാദർ എന്നും പറയാം, അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കുന്ന സംഭവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരി, അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അതാ നമ്മുടെ അടുത്ത ചോദ്യം. നിങ്ങൾ നോക്കിക്കോ. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ട്രാൻസിറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അബ്കാരി ആക്ട് പ്രകാരം എന്താണ് ട്രാൻസിറ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് പരിശോധിക്കാം. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കൊണ്ടുപോകൽ. നിസാരപ്പെട്ട് ഇത്ര മാത്രമുള്ള ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, അത് ഇതാണ് സംഭവം, ട്രാൻസ്പോർട്ടാണ് അല്ലേ? നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത വീട്ടിലോട്ട് മദ്യം കൊണ്ടുപോകുക, അത് ജസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിനകത്തൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കൊണ്ടുപോകുന്നത് അത് നമ്മുടെ സ്റ്റേറ്റിനകത്ത് തന്നെയാണ് അല്ലേ? സ്റ്റേറ്റിനകത്ത് തന്നെയാണ്. അപ്പൊ നമുക്കത് പറയാൻ പറ്റുമോ? ഇല്ല. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മദ്യം കടത്തുക. അതായത് കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ, അതായത് കേരളത്തിന്റെ ജൂറിസ്ഡിക്ഷനിലൂടെ, അല്ലെങ്കിൽ ഹൈക്കോടതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്താണ്? കേരള സംസ്ഥാനം മുഴുവനാണ് അല്ലേ? അപ്പൊ അവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് മദ്യം കടത്തുന്നത് ട്രാൻസിറ്റ്. അത് നമുക്ക് എന്താണ് അവിടെ ഇരിക്കട്ടെ. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുക, ഇതാണ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ അകത്ത് നിന്നും പുറത്ത് മറ്റൊരു സംസ്ഥാനത്തിലേക്കും, അവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനം, അതായത് ഒരു സംസ്ഥാനം, അവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനം, അവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനം, ഇതിങ്ങനെ ചെയിനായിട്ട് പോകുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കോളൂ. അടിപൊളി ഒരു ചോദ്യമാണ്, ഒരു PQ കൂടെയാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഒരാൾക്ക്
അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് അബ്കാരി നിയമപ്രകാരം കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് 1.5 ലിറ്റർ ആണോ ഒരാൾക്ക് വെക്കാവുന്ന അളവ്, 3 ലിറ്റർ ആണോ, 15 ലിറ്റർ ആണോ, 3.5 ലിറ്റർ ആണോ ഒരാൾക്ക് വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ, മദ്യത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് എത്രയാണ്? അത് നമ്മുടെ ഓപ്ഷൻ സി 15 ലിറ്റർ ആണ് അല്ലെ. ഇനി ഇതുപോലെ ഇതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നുണ്ട്, അത് പഠിക്കണം. പിന്നെ അതുപോലെ എന്താണ്, ഓരോ മദ്യത്തിന് കണക്കുണ്ട് അല്ലേ. ഫോറിൻ ലിക്കർ എത്ര കയ്യിൽ വെക്കാം, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, ബിയർ എത്ര കയ്യിൽ വെക്കാം, കള്ള് എത്ര കയ്യിൽ വെക്കാം, കള്ള് എങ്ങനെയാണെന്നുള്ള. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാമേ. അതായത് നമുക്ക് അബ്കാരി ആക്ടിൽ ചെത്തൽ എന്നൊരു സെക്ഷൻ ഉണ്ട്. ചെത്തൽ എന്താണ്? ചെത്തൽ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ സിംപ്ലി ടാപ്പിംഗ് എന്ന് പറയാം. ഇനി ടാപ്പിംഗ് എന്ന് എന്തുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി, അതായത് കള്ള് ചെത്താൻ സ്വമേധയാ അധികാരമുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? കള്ള് ചെത്താം. അവിടെ അയാൾക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കുക, കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. പക്ഷെ അത് വാങ്ങുന്നയാൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. വാങ്ങുന്നയാൾക്ക് എന്തുണ്ടായിരിക്കണം? വാങ്ങുന്നയാൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ചെത്തൽ എന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അബ്കാരി ആക്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ചെത്ത്, ചെത്തുകാരൻ ഇതെല്ലാം പഠിക്കും. അപ്പൊ സിമ്പിളായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 4ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഇതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പരിശോധിക്കാം. കോട്ട്പ ആക്ട് പ്രകാരമുള്ളൊരു കാര്യം പറഞ്ഞു തരാം. ഈ 18 വയസ്സ് എന്നുള്ളൊരു സംഭവം നിങ്ങളിവിടെ കണ്ടിട്ടുണ്ട്. 16 നമുക്ക് എന്തായാലും അല്ല എന്നറിയാം. അപ്പം ഈ ഒരു 3 വയസ്സാണ്, 3 വയസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്ന് സംസാരിക്കേണ്ടത്. 18 വയസ്സ് അല്ലെ. 18 വയസ്സ് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള പ്രായവും, പിന്നെ ഇതുവരെ പെൺകുട്ടികളുടെ വിവാഹ പ്രായവും 18 വയസ്സാണ്. പിന്നെന്താണ്? സിഗരറ്റ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ എന്താണ് വാങ്ങിക്കുന്ന ആളുടെ പ്രായം എത്രയായിരിക്കണം? 18 വയസ്സിന് മുകളിലായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇതുവരെ 21 ആക്കിയിട്ട് ഉയർത്തിയില്ല. കരട് മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഈ 18 വയസ്സാണോ മദ്യം? മദ്യത്തിന്റെ കാര്യത്തിൽ 18ഉം തെറ്റുത്തരമാണ്. ഇനി 21 വയസ്സ് അല്ലെ, ആൺകുട്ടികളുടെ വിവാഹപ്രായമാണ് 21 വയസ്സെന്ന് പറയുമ്പോൾ 21ാമത്തെ വയസ്സിലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ ഐഡിയൽ ഏജ് ഓഫ് ബൈയിങ് ആൻഡ് കൺസ്യൂമിങ് ലിക്കർ, ദ ഐഡിയൽ ഏജ് ഓഫ് ബൈയിങ് ആൻഡ് കൺസ്യൂമർ ലിക്കർ ഈസ് 23 ആസ് പെർ ദി ആക്ട്. അതും കൂടെ ഞാനിവിടെ പറയണം, ആസ് പെർ ദി ആക്ട്, നിയമപ്രകാരമാണ്. മദ്യം എന്താണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലേ, മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കഴിക്കരുത്, അത് വിഷമാണ്. മദ്യം ഉണ്ടാക്കരുത്, പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കരുത്, ഉപയോഗിക്കരുത് അല്ലേ, വിഷമാണ്. അതാണ് സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അത് മാത്രമല്ല ശ്രീനാരായണ ഗുരുവിന്റെ ജനനവും മരണവും എന്തായിട്ട് ആചരിക്കുന്നു? ഡ്രൈ ഡേയ്സ് ആയിട്ടാണ് ഇപ്പോഴും ആചരിച്ചു വരുന്നത്. എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാൽ മതി. ശ്രീനാരായണ ഗുരുവിന്റെ ജനനവും മരണവും എന്താണ്? കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ഗാന്ധിജിയുടെ ജനനവും മരണവും എന്താണ്? ഡ്രൈ ഡേ ആണ്. ഓക്കെ, ശരി. അപ്പൊ 23 ഉത്തരം. ഓക്കെ, ഇനി ഇതാ നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 85 ഇതിൽ കിടക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം, നോക്കാം. ഇതാ നോക്കൂ. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്താനുമാണ് ഇത് വന്നിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണോ നമുക്ക് നോക്കാം, പരിശോധിക്കാം. അടുത്ത, മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്ത് വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിനാണോ അതിനാണോ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നത് NDPS ആക്ട് ആണെന്ന് പറയുന്നു. NDPS ആക്ട് പ്രകാരമാണ് സംസ്ഥാനത്തിൽ എന്തെന്ന് പറയുന്നത്? സംസ്ഥാനത്തിൽ ഈ പറഞ്ഞ മയക്കുമരുന്ന് നിരോധനം നടത്തുന്നത് NDPS ആക്ട് വഴിയാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയുക. അടുത്തത്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിനായി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി വരുത്താനുള്ള നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന് പറഞ്ഞത് അല്ലെ NDPS. ഒന്ന് ആലോചിച്ച് നോക്കൂ. NDPS ആക്ട് എന്തിനായിരിക്കുന്നത്? ഇതെന്തായാലും ഭേദഗതി വരുത്താനും കാര്യങ്ങളും ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ശരിയായ പ്രസ്താവനയായിട്ട് നമുക്ക് പരിഗണിക്കാം.
മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് പറയുന്നില്ലേ സീഷർ എന്ന് പറയുന്ന NDPS ഒരു വകുപ്പില്ലേ സീഷർ, അതായത് അനധികൃതമായി മയക്കുമരുന്നിന്റെ വിൽപ്പന കൊണ്ട് നേടിയ സ്വത്തുക്കൾ പിന്നെ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വകുപ്പില്ലേ. അപ്പൊ സീഷർ നമുക്ക് NDPS വകുപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതും ഒരു ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പൊ അതാ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നു. സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധന അധികാരം നൽകുന്നത് അത് NDPS നിയമം അല്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതാ എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഇതാ ഈ സ്റ്റേറ്റ്മെന്റും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. പിന്നെ ഇതാ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയായതുകൊണ്ട് 4 നമുക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരം വരുന്നു 1, 2, 4 എന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അതായത് സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനവുമായി ബന്ധപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ NDPS ആക്ടിൽ മയക്കുമരുന്ന് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മയക്കുമരുന്ന് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് കുറ്റവും ശിക്ഷയുമാണ്. അബ്കാരി ആക്ട് പോലെ BNS പോലെയൊക്കെ കുറ്റവും ശിക്ഷയുമാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അതായത് പീനൽ ആയിട്ടുള്ള ബുക്കാണ്. പീനൽ ബുക്ക് എന്നാണ് അതിനെ പറയുന്നത്. എന്താണ്? കുറ്റവും ശിക്ഷയുമാണ് അതിനകത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് പീനൽ ആക്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഈ ഒരു കാര്യം. മയക്കുമരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഗസറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അത് നിരോധിക്കുന്നത്. അത് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരമാണ്. ഓക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഓഫ് 1985 എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ പൂർണ്ണരൂപം. ശരി. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6ാമത്തെ ചോദ്യം എന്ന് നമുക്ക് പറയാം. നോക്കിക്കോളൂ. സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അഥവാ മാദക വസ്തുക്കൾ. ഓക്കെ, മാദക വസ്തുക്കൾ ഉന്മത്തമാക്കുക, ലഹരി വസ്തുക്കളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. NDPS നിയമത്തിന്റെ സ്കെഡ്യൂൾ, അതായത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് വായിക്കും, സ്കെഡ്യൂൾ എന്നാണ് വായിക്കുന്നത്. സ്കെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മാദക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്ന് വരുന്നു. എല്ലാവിധ നിർമ്മിത മരുന്നുകളും ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. കൊക്കോ ചെടി, കറുപ്പ് ചെടി, കഞ്ചാവ് ചെടി എന്നിവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വസ്തുക്കൾ എന്നും എന്ത് ചെയ്യുന്നു ഇവിടെ പറയപ്പെടുന്നു. ഇതിലെന്താണ് വരുന്നത് എന്നുള്ള മാദക വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്തെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാദക വസ്തുക്കൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ. ശരിക്കും വിശ്വസിച്ചേ പറ്റൂ. എളുപ്പത്തിൽ കിട്ടും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവിധ നിർമ്മിത മരുന്നുകളും അത് NDPSൽ എങ്ങനെ വരില്ല. ഓക്കെ, അനധികൃതമായെന്ന് ഓൾറെഡി ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൊക്കോ ചെടി, കറുപ്പ് ചെടി, കഞ്ചാവ് ചെടി എന്നിവ വേർതിരിച്ചെടുത്ത വസ്തുക്കൾ ശരിക്കും പറഞ്ഞതൊക്കെ മാനുഫാക്ചർഡ്, അതിൽ നിന്ന് വേർതിരിച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ല, നമുക്ക് റോ ആയിട്ടുള്ള സാധനങ്ങളാണ് ശരിക്കും വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും. അങ്ങനെ നോക്കുമ്പോൾ ദാ NDPS നിയമത്തിന്റെ സ്കെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ മാത്രം. അതായത് അതിനകത്ത് കുറേ സാധനങ്ങൾ, കൊക്കൈൻ പറയുന്നുണ്ട്, ഹാഷിഷ്, ഹെറോയിൽ, കുറേ സാധനങ്ങൾ. പിന്നെ അതിന് പറയാത്ത സാധനങ്ങളുണ്ട്. പറയാത്ത സാധനങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ മറ്റൊരു ശിക്ഷ ആ വകുപ്പിൽ. കാരണം ആ വകുപ്പിൽ പറയുന്നുണ്ട് എന്താണ്, ഇതിൽ പരാമർശിച്ചിട്ടില്ലാത്ത വകുപ്പുകളും ഇതിനകത്ത് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട് ശിക്ഷ പറയുന്നു എന്നുള്ള സാധനം അതിനകത്തുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതാ നല്ലൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 87ാമത്തെ അല്ലെങ്കിൽ നമ്മുടെ 7ാമത്തെ ചോദ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ് ആരുടെ ഓഫീസാണ് ഈ ഡിസ്റ്റിലറി പൂട്ടി സൂക്ഷിക്കാനുള്ള അധികാരം കൊടുക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. ശരി, നമുക്ക് നോക്കാം. ഡിസ്റ്റിലറി ഓഫീസറുടെ ഓഫീസാണോ കമ്മീഷണർ? ഇവിടെ കമ്മീഷണർ എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണർ. ഞാനൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സൈസ് കമ്മീഷണറാണ് ഇവിടെ കമ്മീഷണർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണറാണ് പറയാം. ഓക്കെ, സ്റ്റേഷനറി ഡയറക്ടറുടെ ഓഫീസ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ഓഫീസ്. ഇതിനകത്ത് 2 പദവികൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ബിയും ഡിയും അല്ലെങ്കിൽ ബി ഫോർ ബാറ്റ്, ഡി ഫോർ ഡോങ്കി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന 2 എന്താണ് പദവികളാണ്. അപ്പോൾ നമുക്ക് പദവികളെ ഒന്ന് പരിചയപ്പെടണം. ഇൻ കേസ് ഹൈറാർക്കി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വകുപ്പിൽ ജോലി ചെയ്യാൻ പോകുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഹൈറാർക്കി അറിഞ്ഞിട്ട് പോവുക. ഹൈറാർക്കി നമ്മളിവിടെ പഠിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം നമ്മൾ എഴുതുകയും ചെയ്യും. ശരി, ആദ്യമായിട്ട് സിവിൽ എക്സൈസ് ഓഫീസർ. നിങ്ങൾക്കറിയാം CEO എന്ന് പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ. അത് കഴിഞ്ഞ് സീനിയർ സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയും. പ്രിവെന്റീവ് ഓഫീസർ അതായത് 3 വരെയുള്ള ഹവിൽദാർ പോസ്റ്റ്, പോലീസിലെ ഹവിൽദാർ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയും.
ഇത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക, അത് കഴിഞ്ഞ് പ്രിവെന്റീവ് ഓഫീസർ വരുന്നു. അതാണ് നമ്മുടെ 3 പേരുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ, പിന്നെ വരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ. ഈ എക്സൈസ് ഇൻസ്പെക്ടറാണ് എന്തെന്നറിയപ്പെടുന്നത്? അബ്കാരി ഇൻസ്പെക്ടർ എന്നറിയപ്പെടുന്നു. നമ്മളെ സെക്ഷനിൽ അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അബ്കാരി ഇൻസ്പെക്ടർ, ഇദ്ദേഹമാണ് അബ്കാരി ഇൻസ്പെക്ടർ. അബ്കാരി ഇൻസ്പെക്ടർ കഴിഞ്ഞാൽ ആരാണ്? എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ. ഈ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറിന് ശേഷമാണ് ആര് വരുന്നത്? നമ്മുടെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, AEC വരുന്നത്. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ആണ് അബ്കാരി ഇൻസ്പെക്ടർ എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അതിന് മുകളിലുള്ള പദവിയാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ. പിന്നെ വരുന്നു എന്താണ്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. പിന്നെ വരുന്നു ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. പിന്നെയാണ് കമ്മീഷണർ ഓഫ് എക്സൈസ് എന്നറിയപ്പെടുന്നത്. ഇതൊരു IPS പോസ്റ്റാണ്. ഇതാണ് പിന്നെ നമ്മുടെ എക്സൈസിന്റെ മേധാവി, വകുപ്പ് മേധാവി എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഈ പറഞ്ഞ കമ്മീഷണർ ഓഫ് എക്സൈസ് ആണ് വകുപ്പ് മേധാവി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഈ ചാൻസാണ്. അതായത് ഒരു എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ഒരാൾ പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞാൽ ഈ പ്രൊമോഷനിൽ വന്ന് റിട്ടയർ ആവാനാണ് സാധ്യത. കാരണം അത്രയും പ്രൊമോഷൻ ഉണ്ട് ഇതിനകത്ത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് നിങ്ങൾ കയറുമ്പോൾ പോലും നിങ്ങൾക്ക് ഏകദേശം ഒരുപാട് കാലം പിന്നെ എന്താണ് അതിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടറുടെ തസ്തികയിലേക്കുള്ള പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു നിശ്ചിത കോട്ടയും അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു സംഭവമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സെറ്റാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം, കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ആണ് ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം, വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 1% വീതം എന്ന് പറയുന്നു. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 1% എന്ന് പറയുന്നു. ഓരോ 500 കിലോമീറ്റർ ദൂരത്തിനും 0.1% എന്ന് പറയുന്നു. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം എന്ന് പറയുന്നു. ആകെ യാത്രയ്ക്ക് പരമാവധി 0.5 എന്നുള്ളതാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ 400 കിലോമീറ്ററിനും 0.01 വീതമാണ് എന്താണ് ഈ ഒരു എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ഒരു പിന്നെ അളവ് അനുവദിച്ചിരിക്കുന്നത്. ആകെ യാത്രയ്ക്ക് എത്ര വരാൻ പാടുള്ളൂ? 0.5 മാത്രം മാക്സിമം. ഓക്കെ, അതായത് കിലോമീറ്ററിന് 500 കിലോമീറ്റർ ആകുമ്പോഴാണ് ഇത് 0.1 വീതം കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ആകെ പറയുമ്പോൾ 0.5 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു സംഭവം മാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഇത് പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരമായിട്ട് ഓപ്ഷൻ D നമുക്ക് പരിഗണിക്കാം. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. ശ്രദ്ധിക്കുക, നമ്മുടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ഇറക്കുമതി ചെയ്യുന്നതിൽ യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം, വേസ്റ്റേജ് എത്രയാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അളവ് എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? ഓരോ 500 കിലോമീറ്ററിൽ 0.1% വീതം എന്ന് പറയുന്നുണ്ട്. അടുത്ത് തന്നെ എന്തെന്ന് പറയുന്നത്? ആകെ യാത്രയ്ക്ക് എത്ര വരാൻ പാടുള്ളൂ? 0.5% മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് എന്ത് ചെയ്യുക? നമുക്ക് ഇതോടകം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 89ാമത്തെ ചോദ്യം പറയുന്നു, കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥം? എന്താണ് പ്രൂവ് കൊണ്ട് അർത്ഥം? പ്രൂവ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. സ്പിരിറ്റിന്റെ വീര്യം അളക്കലാണോ? ഒരു പാത്രത്തിൻ്റെയോ കാങ്കിൻ്റെയോ പിന്നെ അളവ് കണ്ടുപിടിക്കുകയാണോ? സ്പിരിറ്റിൽ എത്ര അളവ് വെള്ളം ചേർത്തിരിക്കുന്നു എന്ന തട്ടിപ്പ് കണ്ടെത്താനാണോ? അല്ലെങ്കിൽ തിട്ടപ്പെടുത്താനാണോ? അല്ലെങ്കിൽ തട്ടിപ്പല്ല, തിട്ടപ്പെടുത്താനാണോ? സ്പിരിറ്റിൽ കളർ, ഫ്ലേവർ എന്നിവ എത്രത്തോളം ചേർക്കണം എന്നുള്ളതാണോ ഈ പ്രൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന? പ്രൂവ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മെയിൻലി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമുക്ക് സ്പിരിറ്റിൽ വീര്യം അളക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രൂവ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിൽ വീര്യം അളക്കുക എന്നുള്ളതാണ്. കാരണം എത്രമാത്രം സ്പിരിറ്റ്, കാരണം എല്ലാ ആൽക്കഹോളിലും എല്ലാ മദ്യത്തിൽ എന്താണ് എത്രമാത്രം സ്പിരിറ്റ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അത് കൊടുത്തിരിക്കണം. അപ്പം ഇന്നത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ നിരോധിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? എക്സൈസിനുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പം നമുക്ക് 91ാമത്തെ അല്ലെങ്കിൽ നമ്മുടെ 11ാമത്തെ ചോദ്യം, 90ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ 91ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യ ലൈസൻസ് 1 പ്രകാരം FL1 ഫോറിൻ ലിക്കർ 1 ലൈസൻസ് പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? എവിടെ നിന്നൊക്കെ കുടിക്കാന്നുള്ളത്? ഓക്കെ, നമുക്ക് നോക്കാം.
അതായത് വിൽപ്പന നടത്താം എന്നുള്ളതാണ് മെയിനായിട്ട്. നമുക്ക് നോക്കാം. ഒന്ന്, കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ, അതായത് ബെവ്കോ നോക്കിയോ, ബെവ്കോ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണോ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണോ, അല്ലെങ്കിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണോ, എവിടെയൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യതകൾ എവിടെയാണ്? കേരള ടൂറിസം ഡെവലപ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ഇതാ നോക്കിക്കോളൂ, ഈ ഒരു ഓപ്ഷൻ വരാനേ പാടില്ല. കേരള ടൂറിസം ഡെവലപ്മെന്റിൽ വിദേശ മദ്യം എന്ന് പറയുന്ന സാധനം ഇല്ല. KTDC അല്ലേ, KTDCയിൽ എന്താണ് ഈ ഒരു അധികാരം സർക്കാർ നൽകിയിട്ടുള്ള? നമ്മളെ തെറ്റിക്കും, ചിലപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് തെറ്റാനായിട്ട് പാടുള്ളതല്ല എന്ത് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടതായി ഈ 3 സാധനമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും. ഒന്ന്, ബെവ്കോയിൽ പറ്റും, പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിൽ പറ്റും, പിന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്കെല്ലാം വിദേശ മദ്യം, ഇതാ ഇവിടെ നോക്കൂ, വിദേശ മദ്യം സർക്കാർ പിന്നെ വിൽപ്പന നടത്തുന്നതിനുള്ള അധികാരം സർക്കാർ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നിങ്ങൾ കാത്തിരിക്കുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ചോദ്യം നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിക്കാം. ഇതാ നോക്കിയോ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 15.5 VV വരെ ഈത്തയിൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അതുപോലെ 35 ഡിഗ്രി UP ജീൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. FL4A ക്ലബ്ബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണമെന്ന് പറയുന്നു. അടുത്തത്, പബ്ബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്നത് KTDCക്ക് മാത്രമാണെന്ന് പറയപ്പെടുന്നു. അതായത് പബ്ബ് ബിയർ ലൈസൻസ് ഉള്ളത് KTDCക്ക് മാത്രമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ FL4A ക്ലബ് ലൈസൻസ് അനുവദിക്കുന്നത് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ സോർട്ട് ചെയ്യാം? നിങ്ങൾ നോക്കിക്കോളൂ. 15.55 വീര്യം അല്ലെയുള്ള ഈതയിൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ എന്ത് ചെയ്യണം? കേരളത്തിൽ വിൽപ്പന നടത്താനായിട്ട് പാടുള്ളതല്ല. എൻ്റെ സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പാടുള്ളതല്ല. പിന്നെ 35 ഡിഗ്രി UP ജീൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന 35 ഡിഗ്രി ജീനി നടത്താനും പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരാം? FL4A ക്ലബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, അതുണ്ടാകണം. ഓക്കെ, അതുപോലെ പബ്ബ് ബിയർ വിൽപ്പന നടത്താൻ ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? KTDCക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? പബ്ബ് ബിയർ വിൽക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? KTDCക്ക് മാത്രമേ ഉള്ളൂ. അത് മറ്റ് സ്വകാര്യ പബ്ബുകൾ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ ഒരിക്കലും അത് കറുപ്പിക്കരുത്. തെറ്റായിട്ടുള്ള ഉത്തരം. KTDCക്ക് മാത്രമേ പബ്ബ് ബിയർ കൊടുക്കാനുള്ള ചാൻസോ ഇത് ഒരു അനുവാദമുള്ളൂ. മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത് വയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കോട്ട്പ ആക്ട് പ്രകാരമുള്ള ഒരു ചോദ്യമാണ്. കോട്ട്പ ആക്ട് പ്രകാരം അല്ലേ? നമുക്ക് നോക്കാം. കോട്ട്പ ആക്ട് നിയമം 2003 പ്രകാരം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? പ്രസ്താവനകൾ ഓരോന്നായിട്ട് വായിക്കാം. നോക്കിക്കോ. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു ചോദ്യത്തിൽ നമ്മൾ എത്ര വയസ്സിന് മദ്യത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് പുകയിലയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത്, പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മളെ കുഴപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ വിൽക്കാൻ പാടില്ല. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഈ ഒരു 100 മീറ്ററിന് ചുറ്റളവിനകത്ത് വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. നമുക്കറിയാം. പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല എന്നുള്ളതും ഇതിനകത്ത് പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഏതൊക്കെയാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെയാണ് നമ്മുടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. നമ്മൾ ഓൾറെഡി അറിയാം, ശരിയാണ്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അടുത്ത് വരുന്ന കാര്യങ്ങൾ എന്താണ്? വിൽക്കുവാൻ പാടുള്ളതല്ല. ഇനി നമുക്ക് ഓപ്ഷനിൽ എങ്ങനെ നമുക്കിത് എടുക്കാൻ നോക്കാം. ഈ 2 പോയിന്റ് നമുക്കറിയാമേ. ഈ 2 പോയിന്റ് നമുക്ക്, അപ്പോൾ ഒന്നാം പ്രസ്താവന പിന്നെ ശരിയാണെന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതങ്ങ് പതുക്കെ കട്ട് ചെയ്ത് കളയാം. അടുത്തത്, മൂന്നാം പ്രസ്താവന ശരിയാണെന്ന് അറിയുമ്പോഴോ നമുക്കിതാ
ഈ 2 എണ്ണം കട്ട് ചെയ്ത് കളയാം. അവിടെ പിന്നെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഈ ഒരു പ്രസ്താവന സകലർക്കും അറിയാവുന്നതാണ്. നമ്മൾ പലപ്പോഴും പോകുമ്പോൾ സൈൻ ബോർഡുകൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ്? ഈ 100 മീറ്റർ ചുറ്റളവിൽ എന്ത് ചെയ്യാൻ പാടില്ല, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ സ്കൂളുകൾക്ക് അടുത്തുള്ള കടകളിൽ ഇതുപോലുള്ള സിഗരറ്റോ മറ്റ് ഒരു സാധനം എന്ത് ചെയ്യുന്നില്ല, അവർ വിൽക്കുന്നില്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വളരെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ 93ാമത്തെ ചോദ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 94ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 94ാമത്തെ ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. കോട്ട്പ ആക്ട് 2000ന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എങ്ങനെ ശരിയായ പ്രസ്താവനകൾ ഏതെന്നെല്ലാമാണ് ചോദിക്കുന്നത്. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. വളരെ നല്ലൊരു ആശയമാണ് അല്ലേ? വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്ന്, അതായത് അതിൽ നിന്നെല്ലാം പിൻവലിപ്പിക്കുക എന്ന് പറയുന്നതാണ് കോട്ട്പ ആക്ടിന്റെ ലക്ഷ്യത്തിൽ പെടുന്നതാണ്. നമുക്കത് നല്ലൊരു ശീലമായതുകൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യാം, നമുക്കതിനെ ശരിയായിട്ട് പറയാം. അപ്പോൾ 1ാം പ്രസ്താവന ശരിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ കഴിഞ്ഞ് യുവജനങ്ങൾ, അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. അപ്പോൾ 2ഉം ശരിയായിട്ട് നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കും. ഇനി 3ാമത്, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകയിലയുടെ ദൂഷ്യവശങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇതിനെ നമുക്ക് പാസീവ് സ്മോക്കിംഗ് എന്ന് വിളിക്കാം. പാസീവ് സ്മോക്കിംഗ്, ആക്റ്റീവ് സ്മോക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. നമുക്കത് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം. പോരെ? അടുത്തത്. അപ്പോൾ ശരി, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ശരിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 4ഉം നല്ല നന്മയുള്ള ലക്ഷ്യങ്ങളല്ലേ? ഒരു നിയമം ശരിക്കും വരുന്നത് ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് ഉതകാൻ വേണ്ടിയല്ലേ, അല്ലേ? നന്മയ്ക്ക് ഉതകാൻ വേണ്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഡി നമുക്ക് ശരിയാണെന്ന് പറയാം. ഇനി എന്താണ് ആക്റ്റീവ് സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി സിഗരറ്റ് വലിക്കുന്നു. ഇറ്റ്സ് ക്ലിയർ കട്ട് ഓഫ് ആക്റ്റീവ് സ്മോക്കിംഗ്. ഓക്കെ, ആക്റ്റീവ് സ്മോക്കിംഗ് ആണ്. എന്താണ്? എ എന്ന് പറയുന്ന വ്യക്തി സിഗരറ്റ് വലിക്കുന്നു, ഇറ്റ്സ് ആക്റ്റീവ് സ്മോക്കിംഗ്. എന്നാൽ എ എന്ന് പറയുന്ന വ്യക്തി സിഗരറ്റ് വലിക്കുമ്പോൾ തൊട്ടടുത്ത് ബി എന്ന് പറയുന്ന വ്യക്തി അത് ശ്വസിക്കാനിടയാവുന്നു. ദാറ്റ് ഈസ് പാസീവ് സ്മോക്കിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് പാസീവ് സ്മോക്കിംഗ്. എ എന്ന് പറയുന്ന വ്യക്തി ഈ സിംപ്ലി സ്മോക്കിംഗ് ആണെങ്കിൽ എന്താണ്? അത് ആക്റ്റീവ് സ്മോക്കിംഗ്. പക്ഷേ അയാളുടെ അടുത്ത് ബി എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നു. അപ്പോൾ ഈ എ വലിക്കുന്ന സിഗരറ്റ് എല്ലാം കൂടെ ആര് വലിച്ചു കയറ്റുന്നു? ബി വലിച്ചു കയറ്റുന്നു. അവിടെ എന്തായിരുന്നു? അത് പാസീവ് സ്മോക്കിംഗ്. അതാണ് പാസീവ് സ്മോക്കിംഗ്. അപ്പോൾ പാസീവ് സ്മോക്കിങ്ങിൽ നിന്നാണ് പിന്നെ അത് WHO ഒരു എന്താണ് അവരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത് പാസീവ് സ്മോക്കിങ്ങിൽ നിന്ന് ഗർഭിണികളായ സ്ത്രീകളെയും കുട്ടികളെയും പിന്തിരിപ്പിക്കുക. അതായത് ഇവർ ആരെങ്കിലും ഗർഭിണികളായിട്ടൊക്കെ ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വ്യക്തി അടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അതിൻ്റെ ശ്വാസം എടുക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഗർഭിണിയായ സ്ത്രീക്ക് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ നല്ല രീതിയിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് WHO കൊണ്ടുവന്നൊരു ഒരു തീമാണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ അവരെ ഇന്ന് സംരക്ഷിക്കാൻ ഒരു പ്രതിജ്ഞ ആണ്, യജ്ഞമാണ് ഈ പറഞ്ഞു വന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് 95ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവനകൾ 4 പരിശോധിച്ച് പോകാം. ശരി, പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണമെന്ന് പറയപ്പെടുന്നു. ശരി. അടുത്ത്, പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. അതെന്തായാലും നമുക്ക് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലുള്ളവയായിരിക്കണം. അത് നമുക്ക് പരിഗണിക്കാം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറയപ്പെടുന്നതും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? ഈ 3 സാധനങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഈ 4 സാധനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉത്തരം പരിശോധിക്കേണ്ടതായിട്ട് അല്ലേ? നമ്മൾ 95ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണമെന്ന് നിബന്ധനയില്ല എന്ന് നിങ്ങളൊന്നറിഞ്ഞിരിക്കുക. നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയാണ് നിബന്ധനയില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ വേണമെന്ന് നിബന്ധനയില്ല. പ്രാദേശിക ഭാഷയിൽ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണമെന്ന് പറയപ്പെടുന്നു. പക്ഷേ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലുള്ളതായിരിക്കണം, അതും പറയപ്പെടുന്നുണ്ട്. പിന്നെ എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം സി ആണ്. 2, 3, 4 ആണ്. നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ് എന്തെന്ന് പറയുമ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി
വെച്ചിരിക്കുക. പഠനം ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലാക്കുക. ഓക്കെ, അപ്പം അത്രയും ഡീറ്റെയിൽഡ് മൈന്യൂട്ട് പോയിന്റ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, PSC എടുത്ത് ചോദിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതോടകം മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. അത് മൈന്യൂട്ടായിട്ടൊരു പോയിന്റ് പോലും എന്ത് ചെയ്യുന്നു, PSC പോയിന്റ് ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, PSC ചോദിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത് 96ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്കത് പരിഗണിക്കാം. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം എന്നാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം എന്നാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, അതിൻ്റെ ടാഗ് ലൈൻ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാഗ് ലൈൻ വരുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ബാക്കി 1, 2, 3 എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് പരിഗണിക്കുക. ബാക്കിയെല്ലാം എക്സാക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നുണ്ട്. 2016 നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ 2016 നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വിമുക്തി മിഷന്റെ സംസ്ഥാനതല ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഒരിക്കലും എക്സൈസ് വകുപ്പ് മന്ത്രിയല്ല. ചോദിച്ചിട്ടുണ്ട്, ഒരിക്കൽ ചോദിച്ച് കുഴപ്പിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ 1, 2, 3 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ശരിയായ പ്രസ്താവനകളായിട്ട് ഇവിടെ പരിഗണിക്കാം. ഓക്കെ, അടുത്ത 97ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്ന ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപഭോഗം കുറച്ചുകൊണ്ടുവരിക. വിമുക്തി മിഷൻ കുറച്ചുകൊണ്ടുവരിക എന്നാണ് പറയപ്പെടുന്നത്. നമുക്കത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക എന്ന് പറയപ്പെടുന്നുണ്ട്. അതും നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. പിന്നെ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി മുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനം നടപ്പിലാക്കുക എന്നത് വിമുക്തി മിഷന്റെ മറ്റൊരു സുപ്രധാന ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. സമ്പൂർണ്ണ മദ്യനിരോധനം എന്നുള്ളത് എന്താണ്, വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇതുപോലുള്ള പോയിന്റുകളാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. പരീക്ഷാ ഹാളിൽ നമ്മളെ വട്ടം കറക്കുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് പറയുന്നില്ല എന്ന് എന്ത് ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, നോക്കിക്കോളൂ. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടിരിക്കുക. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പരിഗണിക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനങ്ങ് വെട്ടിക്കളയാം. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാം. അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയായിട്ട് നമുക്ക് കണക്കിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി മുക്ത കേരളം എന്നത് സാക്ഷാത്കരിക്കാൻ എന്ന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, മൂന്നാമത്തെ പ്രസ്താവന ശരിയാകുമ്പോൾ ഇവിടെ പറയാം. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വഴി നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 എന്നുള്ളത് നമ്മുടെ ആൻസർ ആയിട്ട് മാറും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 98ാമത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ 18ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവയിൽ ആരെല്ലാമാണ് അംഗങ്ങളായിട്ട് ഉള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ, ജില്ലാ കളക്ടർ ആണോ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണോ, വിമുക്തി മാനേജറാണോ, ആരാണ് ഇതിൽ വരുന്നതെന്ന്, ആരൊക്കെയാണ് ഇതിൽ ജില്ലാതല അംഗങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്തായാലും അദ്ദേഹം ഉണ്ടാവണം. പിന്നെ ജില്ലാ കളക്ടർ അല്ലേ, ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന ജില്ലാ കളക്ടർ ഉണ്ടാകണം. അതുപോലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത് ആ ജില്ലയിലെ തന്നെ വലിയൊരു ഓഫീസറാണ്, DEC എന്ന് പറയുന്നത്. അത് കമ്മീഷണർ എന്ന് പറയുമ്പോൾ എക്സൈസ് വകുപ്പിൽ ജോലിയുള്ള ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഉണ്ടാവണം. പക്ഷെ വിമുക്തി മാനേജർ എന്തില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 സി എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരമായിട്ട് പരിഗണിക്കാം. അപ്പോൾ ഇത് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മറന്നു പോകരുത് ഏതാണ് ഉത്തരം എന്നുള്ളതിനെ പറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, ജില്ലാ കളക്ടർ ഉണ്ടാവും, പിന്നെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉണ്ടാവും, DECയും ഇതിനകത്തുണ്ടാവും. DECക്ക് കീഴെ വരുന്ന പദവിയാണ് AEC, മുകളിൽ വരുന്ന പദവിയാണ് JEC, ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. ഇത് കഴിഞ്ഞാലാണ് കമ്മീഷണർ ഓഫ് എക്സൈസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. അതായത് വലിയ ഹൈറാർക്കി, വലിയ ഓഫീസേഴ്സാണ്, മേലുദ്യോഗസ്ഥന്മാരാണ് ഇവരെല്ലാവരും. ഓക്കെ, അടുത്ത് നോക്കാം. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000 അല്ലെങ്കിൽ IT ആക്ട് 2000 അല്ലേ, നല്ല ചോദ്യം, നമുക്ക് കോമൺ ടോപ്പിക്കാണ് IT ആക്ട് 2000. വിവര സാങ്കേതിക നിയമത്തിലെ വ്യവസ്ഥ
ഓക്കെ, കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട വിവര സാങ്കേതിക വകുപ്പിലെ അല്ലെങ്കിൽ IT ആക്ടിലെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, വകുപ്പുകൾ ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കമ്പ്യൂട്ടർ വൈറസിനെ പറ്റി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വകുപ്പ് 43 പറയപ്പെടുന്നുണ്ട്, അതുപോലെ വകുപ്പ് 66 പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈംസിലും പറയുന്നുണ്ട്. 43 കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നതിനെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, വൈറസിനെ പറ്റി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഇതിനകത്ത് ഉത്തരമായിട്ട് വരുമെന്ന് എന്ത് ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. രണ്ടും വരും അല്ലേ. നമ്മൾ 43 അല്ലെ, ഒരു കമ്പ്യൂട്ടറിന് കേടുപാടുണ്ടാക്കുന്നതിനെ പറ്റി പഠിക്കുന്നു. ഇവിടെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിൽ വീഴ്ച പറ്റുന്നതിനെ പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നു. പിന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈംസിനെ പറ്റി പഠിക്കുന്നു. 66A എന്ന് പറയുന്നത് എന്താണ്, അതിപ്പോൾ ഇല്ല. 66A എന്തുകൊണ്ടില്ല, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നു എന്ന് പറയുന്നു. ഈ കേസ് ഓർത്ത് വെച്ചോളൂ, ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് കാരണം 66A എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നിലവിലില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അത് നോക്കാം. അപ്പം ഈ 66A പറ്റി അതാണ് ഞാൻ പറയാനായിട്ട് കാരണം എന്ന് പറയുമ്പോൾ, എന്നാലും ചോദിക്കാൻ സാധ്യതയുള്ളത് 66E ചോദിക്കാം, വയലേഷൻ ഓഫ് പ്രൈവസി അല്ലേ ചോദിക്കാം. 66E ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ 66F ചോദിക്കാം, സൈബർ ടെററിസം അല്ലേ. 67 ചോദിക്കാം അല്ലേ, സെൻഡിങ് ഒബ്സീൻ കോണ്ടന്റ്. 67A ചോദിക്കാം അല്ലേ, പോണോഗ്രാഫി. 67B ചോദിക്കാം അല്ലേ, ചൈൽഡ് പോണോഗ്രാഫി. 66 പിന്നെ D ഐഡന്റിറ്റി തെഫ്റ്റ് ചോദിക്കാം അല്ലേ. 66D ഐഡന്റിറ്റി തെഫ്റ്റ് ചോദിക്കാം അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ്, അത് 66E പറഞ്ഞല്ലേ, 66E ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളാണ്. ഈ വകുപ്പുകളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ അല്ലേ. ഇതാ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 100ാം ചോദ്യം ഇതാണ്. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകരമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയെന്നാണ്. കുട്ടിയുടെ പ്രായം എത്രയെന്നാണ് ചോദിക്കുന്നത്. കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് എന്താണ്, 18 വയസ്സിന് താഴെയുള്ളതാണ് കുട്ടിയുടെ പ്രായമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതായത് പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ പ്രായം 18 വയസ്സിന് താഴെയും ബാലാവകാശ കമ്മീഷൻ പ്രകാരം കുട്ടിയുടെ പ്രായം 14 വയസ്സും അതിന് താഴെയാണ്. അതുകൊണ്ടാണ് ഈ 14നും 18നും ഇടയ്ക്കുള്ള കുട്ടികൾ ക്രൈം ചെയ്യുമ്പോൾ അത് ബാലാവകാശ കമ്മീഷനാണ് അതിൻ്റെ കേസ് എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ പ്രായം എത്ര, 18 വയസ്സ്. നിങ്ങൾ പഠിച്ചിട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകും. ഞാൻ നിങ്ങളത് പറഞ്ഞില്ലേ, ചൈൽഡ് പോണോഗ്രാഫി. അപ്പോൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് 67B എന്ന് പറയുമ്പോൾ. അതിൻ്റെ ആദ്യം പിന്നെ എന്താണ്, ആദ്യത്തെ പ്രാവശ്യം കുറ്റം ചെയ്താൽ എത്ര കിട്ടും, രണ്ടാമത്തെ പ്രാവശ്യം തുടർന്നുള്ള പ്രാവശ്യങ്ങൾ കുറ്റം ചെയ്തത് എന്തിട്ട്, ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കോഡ് യൂണിഫോം 2025 എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ യൂണിഫോം പരീക്ഷകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ആകപ്പാടെ മെയ് 17 നിങ്ങൾക്കറിയാം, ഒരു മാസം തികച്ചില്ല. ഒരു മാസം ആകപ്പാടെ ഒരു 10 ദിവസത്തിനകത്തേ വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 90 ദിവസം കിടപ്പുണ്ട്. 90 ദിവസം അടുപ്പിച്ച് ഇന്നും കൂടെ കൂട്ടേണ്ട 89 ദിവസത്തോളം നിങ്ങൾക്ക് എന്തുണ്ട്, CPO പരീക്ഷയ്ക്കും പിന്നെ അതിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 80 ദിവസങ്ങൾ തന്നെ എന്തിനു വരുന്നുണ്ട്, WCPക്ക് വരുന്നുണ്ട്, ഫയർമാൻ വരുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഇതെല്ലാം പഠിക്കാനായിട്ട് സമഗ്രമായിട്ടൊരു കോഴ്സ് നോക്കി നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്പേസ് ആണ് നമ്മുടെ കോഡ് യൂണിഫോം 2020 സൂപ്പർ നോട്ട്സിൻ്റെ കോഡ് യൂണിഫോം 2025. ഇവിടെ സമഗ്രമായിട്ട് എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡിങ് ജനറൽ ടോപ്പിക്സ് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്ക്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം വളരെ സമഗ്രമായ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പരീക്ഷ കഴിഞ്ഞ് മറ്റൊരു പരീക്ഷയിലോട്ട് പോകുമ്പോൾ മറ്റു കോഴ്സിലേക്ക് പോവുക, അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒറ്റ കോഴ്സിന് നിങ്ങൾക്ക് ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അഡ്വൈസ് വാങ്ങിച്ച് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ CPO, WCP, IRB മാത്രമല്ല സിവിൽ എക്സൈസ് ഓഫീസറിനും വേണ്ടി ഒരു നമ്മൾ പരീക്ഷ എടുത്തതുകൊണ്ട് ഒരു ക്രാഷ് ബാച്ച് പോലെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. ഒപ്പം നിങ്ങൾക്ക് CPO പരീക്ഷ ഉടനെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്നിട്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ആലോചിക്കുക, വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്നതാണ്. നിങ്ങൾ ഇനി റിസ്ക് എടുക്കരുത്. മാറിയ നിയമങ്ങളാണ്, മാറിയ ശിക്ഷകളുണ്ട്. നിങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടി പരീക്ഷ കയ്യിൽ നിന്ന് പോകരുത്. ഇനി ഒരു വർഷം കാത്തിരിക്കുക, നോട്ടിഫിക്കേഷൻ വിളിക്കുക, ഇനി അതൊന്നും വേണ്ട. മാക്സിമം ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കയറി പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കേടാ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ പഠനകാലമൊക്കെ വളരെ മനോഹരമാവട്ടെ. നല്ല രീതിയിൽ പഠിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ട ജോലിയിൽ കയറി പറ്റാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.